ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ KCT എക്സാം വ്ലോഗാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് തുടങ്ങുന്നത് എക്സാമിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാക്കുകയാണ്. കാരണം എനിക്ക് നാളെ രാവിലെ പോകണം. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്യാം. സോ ദ എക്സാം ഈസ് ഓൺ 24 and 23. ഇന്നിപ്പോൾ 22 ആണ്. 22 രാത്രിയിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ചാറ്റ് GPT ചോദിച്ചു നോക്കാം എന്തൊക്കെ എടുത്തു വെക്കണം. കാരണം ചാറ്റ് GPT ഗിവ്സ് ദ ബെസ്റ്റ് ആൻസർ. ജെമിനിനെക്കാട്ടും എനിക്കിഷ്ടം ചാറ്റ് GPT ആണ്. പക്ഷെ നമുക്ക് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കാണ്ടല്ലോ. ചാറ്റ് GPTനെക്കാട്ടും നല്ലത് ജെമിനിയാണ്. കുറച്ചുകൂടെ ഒന്ന് AI അല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് ജെമിനി ചാറ്റ് GPTനെക്കാളും. പക്ഷെ നല്ല ആൻസേഴ്സ് നമുക്കിങ്ങനെ കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചാറ്റ് GPT ആണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ്. മൈ ഫേവറേറ്റ്. ഞാൻ കാര്യത്തിൽ നിന്ന് തെന്നി മാറുന്നു. സോറി ഗൈസ്. ഓക്കെ, ലെറ്റ്സ് നമുക്ക് ഇവനോട് ചോദിക്കാം. ഓക്കെ, സോ നമ്മുടെ ചാറ്റ് GPT ചേട്ടൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, യെസ്, അത് നമ്മൾ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയൊരു മിനറൽ വാട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ എടുക്കാം. പെൻസ് എടുക്കണം. പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ. നോ, അത് വേണ്ടാന്നല്ലേ പറഞ്ഞേ. അത് വേണ്ടാന്ന് ഗൈഡ് ലൈനിൽ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ KCETക്ക് പകരം KZT എന്നായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായത്. സോറി. ഓക്കെ, അഡ്മിറ്റ് കാർഡ് പ്രിന്റഡ്, വാലിഡ് ID പ്രൂഫ്, 2 to 3 ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെൻസ്, ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ. അപ്പൊ ഇത്രയാണ് മെയിൻലി നമുക്ക് എടുക്കാനുള്ളത്. സോ നമുക്ക് അതൊക്കെ പാക്ക് ചെയ്യാം. ദിസ് ബാഗ് ഫോർ ടുമോറോ. ഇതാണ് ഞാൻ എന്റെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടുണ്ടായ ബാഗ്. എങ്ങനെയൊക്കെയോ കഴിഞ്ഞ കിട്ടിയ സ്കൂൾ. നൊസ്റ്റാൾജിയോ ഒന്നല്ല കേട്ടോ. ബട്ട് ഈ ഒരു ബാഗ് എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. കാരണം അത്യാവശ്യം എല്ലാം കൊള്ളും, പക്ഷെ കാണാനും ചെറുതാണ്. ലൈക്ക് നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. എത്ര സാധനം ഇട്ടാലും മാക്സിമം ഇത് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. സോ അതിന്റെ ആവശ്യമില്ല. ഇത് ലാപ്ടോപ്പിന്റെ ബാഗാണ്. എന്റെ ലെനോവ ലാപ്ടോപ്പിന്റെ ബാഗാണ്. ബാക്കി ഇതിലൊന്നുമില്ല. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാം. ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഐ എം ടേക്കിംഗ് ദിസ് ഫയൽ. ഈ ഫയൽ എനിക്ക് PM ഫൗണ്ടേഷന്റെ ക്യാമ്പിന് പോയ സമയത്ത് കിട്ടിയതാണ്. ലൈക്ക് എന്റെ പേരൊക്കെ ഉണ്ട്, കണ്ടോ. സോ ഐ എം ടേക്കിംഗ് 2 ട്രാൻസ്പെറന്റ് പെൻസ്. സോ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയായി. ശരിക്കും ഇത് മാത്രം മതി നമുക്ക് എക്സാം എഴുതാൻ. സോ എല്ലാം കൃത്യമായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ മാത്രം പോരാ. മേ ബി ഞാൻ ഇത് ഇവിടെ വെച്ച് ബാഗ് എടുത്ത് പോകും. സോ നമുക്ക് ഇപ്പൊ തന്നെ ബാഗിലോട്ട് വെക്കാം. കാരണം വൈ ടേക്കിംഗ് റിസ്ക്. ശരിക്കും ഞാനിപ്പോ വീഡിയോയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എക്സാമിന്, ലൈക്ക് എക്സാം എഴുതാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കെമിസ്ട്രി ഒന്നും ശരിക്കും വന്നാൽ എനിക്ക് തലക്ക് കൂടെ കയറുന്നില്ല. എല്ലാം കൂടിയായി എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കാണ്. സോ എനിക്ക് അങ്ങനെ വലിയ എക്സാം എനിക്ക് ടെൻഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഐ എം നോട്ട് കോൺഫിഡന്റ്. സംഭവം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിൽ വെക്കാൻ വേണ്ടിട്ട് ഇതേ ഉള്ളൂ. ബാക്കി എനിക്ക് സ്പെക്സ് വെക്കാനുണ്ട്, പിന്നെ ഫുഡൊക്കെ വെക്കാനുണ്ട്. കാരണം ഉച്ചക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് കഴിക്കാനാണ് പ്ലാൻ. രാവിലെ ഒരു 7 മണി ആകുമ്പോഴാണ് വിടുന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവൾക്കും എക്സാം ഉണ്ട്. അവള് വേറൊരു കോളേജിലാണ്. എനിക്ക് ബെസൻസ് PU വുമൻസ് കോളേജാണ്. അവൾക്ക് യനപോയ അങ്ങനെ എന്തോ ആണ്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ നാളെ ഇടാൻ പോകുന്നത്. ഇതൊരു ഫ്രോക്കാണ്, പഫ് സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കാണ്. ലിങ്ക് ചോദിക്കരുത്, കാരണം ഇത് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കാണ്. ഈ KCETക്ക് കുർത്തി ഇടാം, ഷർട്ട് ഇടാം, എല്ലാം ഇടാം. പക്ഷെ ഹാഫ് സ്ലീവ് വരെ മാത്രമേ ഉണ്ടായിക്കോളൂ. എന്റെ മെജോറിറ്റി കുർത്തീസ് ആൻഡ് ഈ കോഡ് സെറ്റ് ഒക്കെ ഇതൊക്കെ കണ്ടില്ലല്ലോ, ഇങ്ങനത്തെ എല്ലാം സ്ലീവ് ഇത്ര ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു സ്ലീവ് ആയിട്ടുണ്ടാവില്ല. എനിക്കെന്തോ വെയിലത്തൊക്കെ പോകുന്നില്ല, അപ്പൊ ടാൻ അടിക്കുന്നതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഇടണ്ടാച്ചു. അപ്പൊ ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇനിയിപ്പോ കിടന്ന് ഉറങ്ങണം, രാവിലെ എണീക്കണം, പോണം. സോ സീ യു ലേറ്റർ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. സോ ഇപ്പൊ രാവിലെ 4:30 ആയിട്ടുണ്ട്. എല്ലാം ഇപ്പോഴും അടിച്ചോണ്ട് അത്ര 8. സോ ഇപ്പൊ 4:30 ആയിട്ടുണ്ട്. ആൻഡ് എണീറ്റു. എന്തിനാ ഇപ്പം ഇത്ര നേരത്തെ എണീച്ച് ചോദിച്ചാൽ ക്ലോക്ക് ശരിയില്ല കേട്ടോ. ആ കാര്യമൊക്കെ ഉണ്ടോ. ഞാൻ ഇത്ര നേരത്തെ എണീച്ചെന്താ വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസിലൂടെ ഒന്ന് പോകണമെന്നുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസും അങ്ങനെയൊന്നും നോക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഐ എം ജസ്റ്റ് ഡൂയിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസൊക്കെ നോക്കുക. അപ്പോൾ
അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫിസിക്സ് മാത്രമേ കുറച്ചെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കെമിസ്ട്രി ഞാൻ അങ്ങനെ വലുതായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ രാവിലെ ഞാൻ ഫിസിക്സ് തന്നെ നോക്കാനായിരുന്നു നിന്നത്. കാരണം പുതിയൊരു സംഭവം പഠിക്കുന്നതിനെക്കാട്ടും പഠിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം കുറേ നാൾക്ക് ശേഷം ചോക്കോസ് ഇട്ടുകൊണ്ട് ആ ഒരു ആർത്തിയിൽ അങ്ങനെ ചൂടോടെ എടുത്ത് കഴിച്ചു. ആൻഡ് ഫോർ ആക്ച്വൽ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ദോശ. അതിനുശേഷം ഞാൻ മേല് കഴുകി ഫ്രഷായി റെഡി ആവാൻ വേണ്ടി പോയി. ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. ആൻഡ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ സംസാരിച്ചുകൊണ്ടാണ് റെഡി ആവുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഫാനിൻ്റെ സൗണ്ടാണ് ആ ഒരു വീഡിയോയിൽ നല്ലോണം കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ചൂടായതുകൊണ്ട് തന്നെ ഞാൻ മുടി 2 സൈഡും മടഞ്ഞിട്ട് കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നത്. അതേപോലെ തന്നെയാണ് കെട്ടുന്നത്. പക്ഷേ ദ തിങ് ഈസ് അവിടെ ക്ലിപ്പ് കൊണ്ടുപോകാൻ പാടില്ല. അതായത് നമ്മുടെ മുടിയിൽ ക്ലിപ്പ് ഇടാൻ പാടില്ല. മെറ്റലായിട്ടുള്ള സംഭവം ഒന്നും ഇടാൻ പാടില്ല എന്നാണ് ഗൈഡ് ലൈനിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇട്ടിട്ട് പോയി, എനിക്ക് ഓർമ്മയില്ലാതെ. പക്ഷെ ഞാൻ കാറിൽ നിന്ന് അത് അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ് വരെ എൻ്റെ സ്ഥായി ഹെയർ സ്റ്റൈലായിരുന്നു ഈ ഒരു മടഞ്ഞ് കെട്ടുക എന്നുള്ളത്. എനിക്ക് ഈ കെട്ടുന്ന സമയത്ത് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഈ കമ്മലൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്, പക്ഷെ അതൊക്കെ എക്സാമിൻ്റെ ടൈമിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ അടുത്തുള്ള ഒരു ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പിക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചു. അതിനുശേഷം നേരെ കാറിൽ കയറി നമ്മൾ പോകാൻ തുടങ്ങി. നമ്മൾ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് 1 മണിക്കൂറേ വേണ്ടു നമുക്ക് ശരിക്കും ബാംഗ്ലൂർ എത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ എന്താ പറയുക, കുറച്ച് സമയത്തിന് ശേഷം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ, അതായത് എനിക്ക് എക്സാം ഉണ്ടായ കോളേജ്. ദിസ് ഈസ് മീ ആഫ്റ്റർ എക്സാം കേട്ടോ. കാരണം അവിടെ എത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ പാരൻസിനൊക്കെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ ഫോണൊന്നും കൈമിണ്ടായിരുന്നില്ല, ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്നല്ല, നമ്മൾ എവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായത്, അവിടെ നിന്നാണ് കഴിച്ചത്. ആ പടിയിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അവിടുന്ന് അങ്ങനെയാണ് കഴിച്ചത്. സംഭവം ഫിസിക്സ് എനിക്ക് അത്ര നല്ല എക്സാം ആയിരുന്നില്ല. നല്ല പ്രിപ്പറേഷൻ നടത്തിയിട്ടും നല്ല എക്സാം ആയിരുന്നില്ല. ഞാൻ എക്സാംസിൻ്റെ ഒക്കെ റിവ്യൂ വേണമെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാം എക്സാമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. ഫിസിക്സ് അത്രയ്ക്ക് നോക്കിയിട്ട് തന്നെ എനിക്ക് അങ്ങനെ വലുതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കെമിസ്ട്രി എക്സാമിന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എല്ലാത്തിലെയും കൂടെ ഒന്ന് ഓടിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ വായിക്കാനിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അവിടെ കോമ്പൗണ്ട് ഒന്ന് പുറത്താക്കിയതിന് ശേഷം ഇവരോട് ഇരിക്കാൻ പറഞ്ഞത് ഇപ്പുറത്തുള്ള ഒരു വുമൻസ് കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു സാർ വന്നിട്ട് പറഞ്ഞു ഉള്ളിൽ ലൈബ്രറി ഉണ്ട്, അവിടെ ഇരിക്കാം. അപ്പോൾ അവിടെ ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ടാബിൽ എൻ്റെ നോട്ട്സൊക്കെ ഒന്ന് നോക്കി. സംഭവം അവിടെ ഇരുന്ന് വായിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു സഫക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പുറത്തിറങ്ങി അമ്മേനെയും കൂട്ടി. ചൂട് വാസ് വെരി 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 അൺസഹിക്കബിൾ. അവിടെ നമ്മുടെ മുഖം കണ്ടാൽ മനസ്സിലാവും, നല്ല ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. അമ്മ പറഞ്ഞു ഇവിടെ ഐസ്ക്രീം കിട്ടുന്ന ഷോപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കി വെച്ചാൽ അവിടത്തോട്ട് പോയി. കാരണം നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇങ്ങനെ ചൂടെടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അവിടുന്ന് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീമും അതേപോലെ തന്നെ അമ്മ അവിടുന്ന് ഒരു പിസ്ത ഷേക്കോ അങ്ങനെ എന്തോ വാങ്ങിച്ചു. ഫാനിൻ്റെ അടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ 2:30 പരീക്ഷയ്ക്ക് 1:15 പോയി. എക്സാം കഴിഞ്ഞു. ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, അതായത് ഉച്ചക്കത്തെ ഫുഡും ഒരു ഐസ്ക്രീമും അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടയർഡായിരുന്നു, ഒന്നാമത് ഈ ചൂട് കാലത്ത്. അതുകൊണ്ട് നമ്മുടെ കർണാടക കേരള ഒരു ബോർഡർ ഉണ്ട്, തലപ്പാടി എന്ന് പറഞ്ഞാൽ. അതിന് തൊട്ട് മുന്നുള്ള ഈ ഒരു ഹോട്ടലിൽ, ഉടുപ്പി വെച്ച് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എക്സാം എങ്ങനെയുണ്ടായിരുന്നു ദേവു? എക്സാം വളരെ മോശമായിരുന്നു. ഏത് എക്സാമാണ് എനിക്ക് മോശം ഉണ്ടായത്? 2 എക്സാം മോശമായിരുന്നു. എന്തായിരുന്നു ഈ എക്സാമിനെ കുറിച്ച് പൊതുവായ ഒരു നിലപാട്? നാളത്തെ പരീക്ഷയ്ക്ക് എന്താണ് ഒരു മുൻവിധി എന്ന് പറയാമോ? നാളത്തെ പരീക്ഷേനെ പറ്റി പോലെ മോശമാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഒന്നും അറിയാം. What you want to തിന്നൽ for fried rice, ഉടുപ്പി വെജ് ഫ്രൈഡ് റൈസ് ആ. അങ്ങനെ കൈയൊക്കെ കഴുകി നല്ല കുട്ടികളായി നമ്മൾ മെനു ഒക്കെ നോക്കാൻ തുടങ്ങി. അവളാണ് മെനു ഒക്കെ നോക്കിയത്. അതിനുശേഷം ഞാനും മെനു നോക്കി. അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മളവിടെ കാത്തിരിക്കുകയായിരുന്നു. വെള്ളം കുടിക്കുന്നില്ല, വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, അപ്രൂവ്ഡ്. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. ആഫ്റ്റർ ഈറ്റിംഗ് മൂക്കുമുട്ടിയ ഫുഡ് നമ്മൾ കാർ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ആൻഡ് വീട്ടിലേക്ക് പോകുന്നു. ആൻഡ് വീട്ടിലെത്തി അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.